الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد. സത്യവിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ റബ്ബിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ഖാഫിലെ 19-20 വചനങ്ങളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നാം സൂചിപ്പിച്ചതുപോലെ മരണമെന്നത് യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ ഓർക്കലും അതിപ്രധാനമാണ്. ദുനിയാവിൽ കാലാകാലം താമസിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് സമയത്തും പോകേണ്ടി വന്നേക്കാവുന്ന ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുകയും അതിനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. മരണമോർക്കാനുള്ള വ്യത്യസ്തമായ വഴികളിൽ ഒന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഖബറുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളും ഖബർ സന്ദർശനവും മനസ്സിനെ അതുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുമൊക്കെ മരണത്തെ ഓർക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് രോഗി സന്ദർശനമെന്ന്. പൊതുവെ നമ്മളൊക്കെ രോഗികളെ കാണാൻ പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഒരു ശർഈയായ ബാധ്യതാ നിർവഹണം എന്ന നിലക്കല്ല നമ്മളൊന്നും ചെയ്യാറുള്ളത്. കുടുംബക്കാരായ ആളുകൾ, പരിചയക്കാരായ ആളുകൾ, അവരൊക്കെ രോഗികളായി കഴിയുമ്പോൾ പലപ്പോഴും ചെന്നില്ലെങ്കിൽ മോശമല്ലേ, അവരെന്താണ് വിചാരിക്കുക എന്നൊക്കെയുള്ള മനസ്സാണ് രോഗിയെ സന്ദർശിക്കാൻ പലപ്പോഴും നമുക്കൊക്കെ പ്രചോദനമായി മാറാറുള്ളത്. അതിനപ്പുറത്തുള്ള ചില തലങ്ങൾ രോഗി സന്ദർശനത്തിലുണ്ട്. ഇത്ര വലിയ ആരോഗ്യവാനും രോഗം ബാധിച്ചേക്കാം എന്നത് യാഥാർത്ഥ്യമാണ്. രോഗം മനുഷ്യരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഇതേ ആരോഗ്യം ഇതേ നിലയുമെന്നും എന്നും ഉണ്ടാകണമെന്നില്ല എന്നും ഏത് സമയത്തും സാഹചര്യങ്ങൾ മാറി മാറി വന്നേക്കാമെന്നുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് രോഗിയെ ചെന്ന് കാണുക എന്നത്. അതിൽ ചില പാഠങ്ങൾ സ്വയം ഉൾക്കൊള്ളാൻ നമുക്ക് ലഭിക്കും. വിശിഷ്യ ചില പ്രത്യേകമായ രോഗങ്ങൾ രോഗികളൊക്കെ കാണുമ്പോൾ തീർച്ചയായും ചില തിരിച്ചറിവുകൾ ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, മാറണമെന്ന ബോധ്യം മാനസികമായി ഉണ്ടാകാൻ ചിലപ്പോൾ അത് നിമിത്തമായി മാറും. അതോടൊപ്പം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ് രോഗികളെ ചെന്ന് കാണുക എന്നത്. വിശ്വാസികൾ തമ്മിൽ ഹക്കായി പറഞ്ഞപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. വിശ്വാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ 6 എന്ന് ഒരു ഹദീസിൽ, 5 എന്ന് മറ്റു ഹദീസിലും കാണാം. ആ രണ്ടിലും എടുത്തു പറഞ്ഞ ഒന്നാണ് രോഗിയായാൽ സന്ദർശിക്കുക എന്നത്. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതപ്പെട്ട ഇയാദത്തുൽ മരീദ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ രോഗമാണ് എന്നറിഞ്ഞാൽ ചെന്ന് കാണുക. പരിചയമുണ്ടോ ഇല്ലേ എന്നതല്ല. ഒരു ബന്ധുവാണോ അയൽവാസിയാണോ കുടുംബക്കാരനാണോ അയാൾ അറിയുമോ അതൊന്നും വിഷയമല്ല. ഒരു വിശ്വാസിയാണോ മുഅ്മിനാണോ മുസ്ലിമാണോ എങ്കിൽ അയാളുമായി നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതപ്പെട്ടതാണ് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക എന്നത്. ജനാസയെ അനുഗമിക്കുക എന്നത് മറ്റൊന്നാണ്. മരിച്ചാൽ പരിചയമുള്ള ആൾ മരിച്ചാൽ മാത്രമല്ല പോകേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ ജനാസയെ അനുഗമിക്കുക, ഇത്തിബാഉൽ ജനായിസ്, ജനാസയെ അനുഗമിക്കുക എന്നത് ബാധ്യതയാണ്. എന്നതുപോലെ തന്നെ ബാധ്യതയാണ് മുസ്ലിമായ മനുഷ്യൻ രോഗിയായ സന്ദർശിക്കുക എന്നത്. മറ്റു ഹദീസിൽ പ്രത്യേകമായി നമ്മോട് കരിപ്രാശ്രയത്തിൽ തന്നെ പറഞ്ഞ 4-5 കാര്യങ്ങൾ. അത്ഇമുൽ ജാഇഅ വഊദു അൽ മരീദ്, വിശക്കുന്നതിന് നിങ്ങൾ ഭക്ഷണം നൽകുക. വഊദു അൽ മരീദ്, രോഗിയെ നിങ്ങൾ സന്ദർശിക്കുക എന്ന് പ്രത്യേകമായി നബി നമ്മോട് നിർദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാൻ കഴിയും. മാത്രവുമല്ല, രോഗിയെ സന്ദർശിക്കുന്നവന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. നബി ഞങ്ങളെ പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ആദ മരീദൻ ഔ സാറ അഖല്ലഹു ഫില്ലാഹ്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഒരു രോഗി ഒരാൾ കാണാനായി പോകുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ തന്റെ സഹോദരനെ, മുസ്ലിമായ വിശ്വാസിയായ സഹോദരനെ സന്ദർശിക്കാൻ പോകുന്നു, രോഗമുണ്ടായിട്ടല്ല, അല്ലെങ്കിലും അത് വിശ്വാസിയാണ്, നമ്മളും വിശ്വാസികളാണ്. ആ നിലയ്ക്കൊരു ആത്മബന്ധം, ഒരു ആദർശബന്ധം, ആ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അയാളെ സന്ദർശിക്കാനായി പോകുന്നു എങ്കിൽ നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ, ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന്, അൻതിബത വതാബ മംസാക, നീ ചെയ്തത് ഏറ്റവും നല്ല തയ്യിബായ കാര്യമാണ്. വതാബ മംസാക, നിന്റെ ഈ നടത്തം പോലും ഏറ്റവും നല്ല മാർഗത്തിലാണ്. വതബവ്വഅത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ ഒരു ഭവനം നീ ഒരുക്കിക്കഴിഞ്ഞു, തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. മലക്കുകൾ വിളിച്ചു പറഞ്ഞു, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, ഇനി നടത്തം ഏറ്റവും നല്ല മാർഗത്തിലാണ്. വതബവ്വഅത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ ഒരു മൻസിൽ, ഒരു ഭവനമില്ല നീ തയ്യാറാക്കിയിരിക്കുന്നു, നീ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആ മലക്ക് വിളിച്ചു പറയും. മാത്രവുമല്ല, പരലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്ന, അല്ലാഹു അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, വിശ്വാസികളായ അടിമയോട് അല്ലാഹു ചോദിക്കും, ഇബ്ന ആദമ മൽതു ഫലം തഉദ്നി, അല്ലയോ മനുഷ്യപുത്ര, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. മൽതു, ഞാൻ രോഗിയായി, പക്ഷേ ഫലം തഉദ്നി, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ഈ അടിമ ചോദിക്കും, റബ്ബേ യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ,
റബ്ബേ നീ റബ്ബുൽ ആലമീനാണല്ലോ, നിനക്ക് രോഗമാവുകയോ നിന്നെ സന്ദർശിക്കുകയോ അതെങ്ങനെയാണ്? റബ്ബ് പറയും, അതെ, അമാ അലിംത അൻ അബ്ദി ഫുലാൻ മരിദ, നീ അറിഞ്ഞില്ലേ എന്റെ ഇന്ന അടിമ അവൻ രോഗിയായി എന്ന നീ അറിഞ്ഞില്ലേ? ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. നീ അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദ, നീ അവനെ സന്ദർശിച്ചുവെങ്കിൽ നിന്നെ അവന്റെ പക്കൽ എന്നിലേക്ക് കാണാമായിരുന്നു, കണ്ടെത്താമായിരുന്നുവെന്ന് റബ്ബ് തിരിച്ചു പറയുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു. അഥവാ അത്രയേറെ പ്രാധാന്യമാണ് അതിനുള്ളത് എന്നർത്ഥം. പടച്ച റബ്ബിന്റെ സാമീപ്യം ലഭിക്കാൻ, പടച്ച റബ്ബുമായി ഖുർബത്ത് തഖറുബ് ഉണ്ടാവാൻ കൂടി പറ്റുന്ന മാർഗമാണ് രോഗിയെ ചെന്ന് കാണുക എന്നത്. ആ നിലക്കുള്ള നിയ്യത്ത് ഈ രോഗിയെ സന്ദർശനത്തിൽ തീർച്ചയായും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ കേവലം ഒരു ബന്ധം ചേർക്കാൻ വേണ്ടിയോ ഒരു മോശത്തരം ഒഴിവാകാൻ വേണ്ടിയോ എല്ലാവരും പോയി ഞാൻ പോയിട്ടില്ല, അയാൾ എന്താ വിചാരിക്കുക, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ അയാൾ വന്നതാണ്, നമ്മൾ പോയില്ലെങ്കിൽ മോശമാണ്, അതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. ആ ഉദ്ദേശത്തിലാണെങ്കിൽ അത് നടക്കുമെന്നല്ലാതെ ഈ പറയപ്പെട്ട പ്രതിഫലവും ഇത്രയും വലിയ ഓഫറുകളൊന്നും അയാൾക്കതിന് അർഹത ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, രോഗിക്ക് ഒരു പക്ഷേ നമ്മുടെ സന്ദർശനം ഒരുപാട് നന്മകൾക്ക് നിമിത്തമായേക്കാം. നല്ല ഉപദേശങ്ങൾ നൽകാം, പരലോകം ഓർമ്മപ്പെടുത്താം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതൊക്കെ അതിന്റെ മര്യാദയാണ്. നബിതങ്ങൾ വന്നാൽ പ്രാർത്ഥിക്കുമായിരുന്നു, രോഗികൾ വന്നാൽ നബിതങ്ങൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ്, സാരമില്ല, എല്ലാം സുഖമാകും, ശരിയാകും ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ എല്ലാം സുഖമാകുമെന്ന് സമാധാനിപ്പിക്കുവാൻ, രോഗിയെ സമാധാനിപ്പിക്കൽ അതിന്റെ ഭാഗമാണ്. അതിനും പ്രതിഫലം വേറെ കിട്ടും. അതുപോലെ നബിതങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ റബ്ബുൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ നീയാണ് ശിഫ നൽകുന്നവൻ, നിന്റെ ശിഫയല്ലാതെ മറ്റു ശിഫയില്ല. അതുകൊണ്ട് റബ്ബേ നീ ശിഫ നൽകണേ, പരിപൂർണമായ ശമനം, ഒരു അസുഖവും ബാക്കിയില്ലാത്ത വിധമുള്ള ശമനം നീ നൽകണേ അല്ലാഹ് എന്ന് നബിതങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. രോഗിയെ ചെന്ന് കണ്ടാൽ ദുആ ചെയ്ത ആൾക്കും പ്രതിഫലമാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അയാൾക്ക് വേണ്ടി നേട്ടമുണ്ട്, അയാൾക്കതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. അതോടൊപ്പം ആ ദുആ സ്വീകരിക്കപ്പെട്ട് ശിഫ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അത് നല്ല കാര്യം. ശിഫ കിട്ടിയില്ല എന്നാലും ശരി, ആ ദുആ ചെയ്ത പ്രതിഫലം ഏതായിരുന്നാലും തടയപ്പെടുന്നില്ല. ഈ നിലക്കെല്ലാമുള്ള ഒരുപാട് ലാഭങ്ങൾ ഇതിലൂടെ നേടാൻ കഴിയും. മാത്രവുമല്ല, നബിതങ്ങൾ പഠിപ്പിക്കുന്ന മറ്റു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദിൻ ഫമാ സിവാഹു, ഒരു മുസ്ലിമായ മനുഷ്യന് രോഗമോ ആ നിലക്കുള്ള മറ്റു പ്രയാസങ്ങളോ ബാധിക്കുന്നുവെങ്കിൽ ഇല്ലഹത്തല്ലാഹു ബിഹി സുബ്ഹാനഹു ഇല്ലഹത്തല്ലാഹു ബിഹി സയ്യിആതിഹി, അല്ലാഹു തആല ആ പ്രയാസം നിമിത്തമായി അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കാതിരിക്കില്ല. ഒരു മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ അവന്റെ പാപങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞു പോകുമെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. അതൊക്കെ നമുക്ക് രോഗിയെ ഓർമ്മിപ്പിക്കാം. ഒരു അസുഖം വന്ന ആൾക്ക് അത്തരം സമാധാനത്തിന്റെ നമുക്ക് സാരമില്ല, പ്രതിഫലം കിട്ടുകയാണ്, 24 മണിക്കൂറിലേക്ക് കൂടി കിട്ടുകയാണ്, ഇത് വലിയ നേട്ടമാണ് എന്ന മട്ടിൽ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രോഗങ്ങളും പരീക്ഷണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രയോഗമുണ്ട്, അൽ മസാഇബു നിഅമ, യഥാർത്ഥത്തിൽ മുസീബത്തുകളെല്ലാം നിഅമത്തുകളാണ് എന്നാണ്. എല്ലാ മുസീബത്തും നിഅമത്താണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിന്റെ മഹത്വം അറിയുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ നിഅമത്ത് മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം പാപങ്ങൾ പൊറുക്കുന്നു, വലിയ നിഅമത്താണ്. 24 മണിക്കൂറും ദോഷം ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുന്നു, വലിയ നിഅമത്താണ്. പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്താണ്. അവന് വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നു, അതിന് കൂലി കിട്ടുന്ന നിഅമത്താണ്. അവനും പ്രാർത്ഥിക്കുന്നു, അതിന് പ്രതിഫലം കിട്ടുന്ന നിഅമത്താണ്. അതേപോലെ ഒരുപാട് ഖൈറുകൾക്ക് ഒരു പക്ഷത് നിമിത്തമായി മാറുന്നു. ഒരുപാട് ശർറുകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് വഴിയായി മാറുന്നു. ഒരു അസുഖവും ഇല്ലെങ്കിൽ അങ്ങാടിലേക്ക് ഇറങ്ങി എല്ലാ വേണ്ടാവിധത്തിലും ഇടപെട്ട് ഹറാമുകളും തോന്നിവാസവും ഗീബത്തും നമീമത്തും കളവും വഞ്ചനയും ചതിയും പരിഹാസവും എല്ലാമായി പോകുമായിരുന്നിടത്ത് സുഖമില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ഒരുപാട് തിന്മയിൽ നിന്ന് രക്ഷ കിട്ടി, ഒരുപാട് വേണ്ടാത്തത് ഒഴിവായി കിട്ടി, വലിയ നിഅമത്താണ്. അൽ മസാഇബു നിഅമ, മുസീബത്തുകൾ നിഅമത്താണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, എപ്പോഴും ഒരു യാത്രക്കുള്ള ഒരുക്കം അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അസുഖത്തെക്കുറിച്ച് ഓർക്കുക, രോഗം വന്നാൽ അതിനെ ഹൈറായവർക്ക് ഉപയോഗപ്പെടുത്തുക, രോഗികളെ ചെന്ന് കാണുക, മരിച്ചുവെന്ന് കേട്ടാൽ ആ ജനാസയെ അനുഗമിക്കുക,
കഴിയുമെങ്കിൽ ജനാസയുടെ തജ്ഹീസ്, അതിൽ പരിപാലനത്തിൽ, കുളിപ്പിക്കലിൽ, കഫൻ ചെയ്യലിൽ, മറമാടലിൽ എല്ലാം പറ്റുമെങ്കിൽ ഭാഗവാക്കവൻ പരിശ്രമിക്കുക, അവർ സന്ദർശിക്കുക. ഇങ്ങനെ തുടങ്ങി അവനവന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ നിലച്ചു പോകാതിരിക്കാൻ, അതെപ്പോഴും ഇങ്ങനെ ലൈവായി ആ ഓർമ്മയുണ്ടാകാനുള്ള അത്തരം വഴികളെ നമ്മളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ പടച്ചറമ്പ് നമുക്കെല്ലാം നൽകുന്നുണ്ട്. അഹങ്കാരമുണ്ടാകും സ്വാഭാവികമായും. എല്ലാം തികഞ്ഞ സമയത്ത് നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, ആരെയും പേടിക്കാനില്ല, എവിടെയും ഓടിച്ചാടി എത്താൻ കഴിയുന്നുണ്ട്, എല്ലാ വിചാരിച്ച കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ചെറിയ കിബർ, ചെറിയ അഹങ്കാരം മനുഷ്യർക്കുണ്ടാകും. അവിടെ ഒന്ന് വിനയപ്പെടാൻ, ഒരു താഴ്മയുണ്ടാവാൻ, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ, ഏത് സമയത്തും മാറി മറിയാം. മനുഷ്യൻ ദുർബലനാണ് എന്ന മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു തന്നെ ദുർബലനായിക്കൊണ്ടാണ്. ഞാൻ ഒന്നുമല്ല, എന്റെ പക്കൽ ഒന്നുമില്ല, ഏറെ ദൗർബല്യമുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും വിനയവും താഴ്മയുമെല്ലാം പഠിക്കാനും അഹങ്കാരം, ആനക്കുള്ള പൊങ്ങച്ചങ്ങൾ അതൊക്കെ ഒന്ന് കുറയാനുമെല്ലാമുള്ള നിമിത്തമാണ് പലപ്പോഴും രോഗങ്ങൾ എന്നത്. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ആ രോഗാവസ്ഥയും വലിയ ഖൈറാക്കി മാറ്റാൻ കഴിയും. റബ്ബിലേക്ക് അടുക്കാൻ അതൊരു മാർഗമാക്കി മാറ്റാൻ കഴിയും. അതേപോലെ വസിയത്തുകൾ ചെയ്യാൻ കഴിയും. രോഗം വന്നാൽ വസിയത്തുകൾ ചെയ്യാൻ കഴിയും. പെട്ടെന്നുള്ള മരണത്തെക്കാളേറെ രോഗം വന്നുള്ള കുറച്ചു കാലം രോഗിയായി കിടന്നാൽ സ്വാഭാവികമായും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിവുണ്ടാവുകയും ഒരു യാത്രയുണ്ട് എന്ന് ബോധ്യമാവുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ, വസിയത്തുകൾ ചെയ്യാൻ, തൗബ ചെയ്യാൻ എല്ലാം അതിന് ഒരു അവസരമായി ഉപയോഗപ്പെടുത്താം. ഒരു യാത്ര ഉറപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ഫിറാഖാണ്, വേർപാടാണ്, പോവുകയാണ്, ദുനിയാവിലില്ല, ഞാൻ യാത്ര പോവുകയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ ഒന്നുകൂടെ ചെയ്യാൻ, കഴിഞ്ഞ കാലത്തെപ്പറ്റി ഓർക്കാൻ ഒക്കെ അതൊരു നിമിത്തമായി മാറും. എന്റെ കഴിഞ്ഞകാലം ജീവിതം എന്തായിരുന്നു, പ്രായപൂർത്തിയായ കാലം മുതൽ ഇതുവരെ കഴിഞ്ഞു പോകുന്ന ജീവിത രീതി അതെന്തായിരുന്നു, ഒരുപാട് തിന്മകൾ, ഒരുപാട് തോന്നിവാസങ്ങൾ, ഒരുപാട് വേണ്ടാവത്തുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർക്കാൻ, ഒന്ന് അയവിറക്കാൻ, റബ്ബേ പൊറുക്കണേ എന്ന് റബ്ബിനെ ആത്മാർത്ഥമായി ഒന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം രോഗം ഒരു മനുഷ്യന് നിമിത്തമാക്കി മാറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ അൽ മസ്വാഇബു നിഅമ, മുസീബത്തുകൾ നിഅമത്താണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മനുഷ്യന് ബോധ്യപ്പെടുന്ന അവസരമാണ്. അതൊക്കെ തൗഹീദ് ഉണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ, ദീനുണ്ടെങ്കിലാണ് ഇതൊക്കെ ലഭിക്കുന്നത്. ഇല്ലെങ്കിലോ നഷ്ടവുമാണ്. അതൊന്നും ഇല്ല എങ്കിൽ രോഗമേതായാലും സഹിക്കണം, വേദന അവൻ അനുഭവിക്കണം. അതോടൊപ്പം അത് പ്രതിഫലം കൂടി കിട്ടുന്നില്ല എങ്കിൽ അവനേക്കാൾ നഷ്ടക്കാരൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അസ്ല് തൗഹീദാണ്, വിശ്വാസമാണ്. ഈമാൻ ശരിയാണെങ്കിൽ, തൗഹീദ് ശരിയാണെങ്കിൽ, പാരത്രികമായ ബോധം കൃത്യമായി ഉണ്ട് എങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധമുണ്ട് എങ്കിൽ, ഒരു വിശ്വാസി കേൾക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അവന് ഖൈറാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ മുഴുവൻ കാര്യങ്ങളും അവന് ഖൈറാണ്. ഒരു സദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, അത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. എല്ലാം ഖൈറായി മാറുന്ന ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ ഖൈറല്ലാത്ത ഒന്നുമില്ല. നബി തങ്ങൾ വിശദീകരിച്ചു, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കുന്നു, ഫകാന ഖൈറല്ല, അതവൻ ഖൈറായി മാറുന്നു. സന്തോഷവും ആശ്വാസവും വന്നാലോ ശകറ, അവൻ ശുക്ർ കാണിക്കുന്നു, ഫകാന ഖൈറല്ല, അതും അവന് ഖൈറായി മാറുന്നു. അപ്പൊ ഖൈറല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഖൈറാണ്. അത് മുഅ്മിന് മാത്രമുള്ള, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, പരലോക ബോധമുള്ള, തൗഹീദുള്ള, തഖ്വയുള്ള, ദീനുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ഖൈർ അനുഭവപ്പെടുക. അല്ലാത്തതിന് എല്ലാം പ്രയാസമായിരിക്കും, എല്ലാം ബുദ്ധിമുട്ടും കട്ടപ്പാടും, എന്നും എല്ലാത്തിനെയും പഴിചാരി ആകെ കുറ്റപ്പെടുത്തി ഒരു സമാധാനവുമില്ല, വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാവും അവൻ ജീവിക്കുക. വിശ്വാസിക്കതല്ല, എന്തു വന്നാലും അൽഹംദുലില്ലാഹ്. ഇത് ഞങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാഹ്, എന്തു വന്നാലും അൽഹംദുലില്ലാഹ്. എല്ലാം റബ്ബിലേക്ക് മടക്കി ആ റബ്ബിലേക്ക് സമാധാനം അടഞ്ഞ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം എല്ലാം റബ്ബിനുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ആ ബോധത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ മുസീബത്തുകളെയും നേരിടാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സമാധാനം മറ്റെന്താണുള്ളത്. അതുകൊണ്ട് തിരിച്ചറിവുകൾ തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ആയുസ്സങ്ങൾ കഴിയുകയാണ്, പരലോകത്തേക്ക് അടുക്കുകയാണ്, ദുനിയാവിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ്.
പറഞ്ഞ വചനം പലപ്പോഴായി ഖുതുബയിൽ ഓർമ്മിപ്പിച്ചതാണ്. അലാ ഇന്ന ദുനിയാ മുദ്ബിറ വ ഇന്നൽ ആഖിറ മുഖ്ബില വലികുല്ലി മിൻഹുമാ ബനൂന. ദുനിയാവ് നമ്മിൽ നിന്ന് അങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറമായിട്ട് നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി മിൻഹുമാ ബനൂന, അത് രണ്ടിനുമുണ്ട് ചില സന്തതികൾ. ദുനിയാവിന്റെ മക്കളുമുണ്ട്, ആഖിറത്തിന്റെ മക്കളുമുണ്ട്. ഫകൂനു ഇബാദൽ ഫകൂനു അബ്നാഅൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവണം, ദുനിയാവിന്റെ മക്കളായിക്കൂടാ എന്നാണ്. ദുനിയാവ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്, ആഖിറമായിട്ട് നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ നിമിഷം കഴിയുമ്പോഴും നാം ആഖിറത്തേക്ക് അടുക്കുകയാണ്, ദുനിയാവ് അങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനുമുണ്ട് സന്താനങ്ങൾ, ദുനിയാവിന് സന്താനങ്ങളുണ്ട്, ആഖിറത്തിലെ സന്താനങ്ങളുമുണ്ട്. നിങ്ങളാവേണ്ടത് ആഖിറത്തിലെ സന്താനങ്ങളാണ് എന്ന അലി നബി ത്വാലിബിന്റെ ആ ഒരു നസീഹത്ത്, ആ ഉപദേശം നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അടിവരയിട്ടുകൊണ്ട് ഉൾക്കൊള്ളേണ്ടുന്ന വചനമാണ്. ആ നിനക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടാവുകയും പരലോകം നഷ്ടപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് മുഹറം 3 ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ വിശേഷിപ്പിച്ചത്. റബ്ബിലേക്ക് ചേർത്തി പറയുമ്പോൾ പല കാര്യങ്ങൾ ചേർത്തി പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹത്വം പരിഗണിച്ചുകൊണ്ട്, ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് റബ്ബിലേക്ക് ചേർത്തി പറയും. ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനമെന്നാണ് പള്ളികളെ പറ്റി പറയാറുള്ളത്. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി പറയുമ്പോൾ നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകം എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. എന്നതുപോലെ ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം, അത്രയേറെ പവിത്രത മുഹറം മാസത്തിനുണ്ട് എന്നർത്ഥം. യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഹറം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഇങ്ങനെ 4 മാസങ്ങൾ യുദ്ധം ഹറാമായ അക്രമങ്ങൾ പാടില്ലെന്ന് പ്രത്യേകം പഠിപ്പിച്ച സൂറത്ത് തൗബയിൽ എടുത്തു പറഞ്ഞ 4 മാസങ്ങൾ അതിൽപ്പെട്ടതാണ് മുഹറം മാസം. ആ മാസത്തിലാണ് നാം ഉള്ളത്. അതോടൊപ്പം ഹിജ്റ വർഷത്തിൽ 1-ാമത്തെ മാസം മുഹറമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഹിജ്റ കലണ്ടർ എന്ന ഒരു സംവിധാനം ഉണ്ടായി വന്നത്. ഒരു ഡേറ്റ് കണക്കാക്കുന്ന സിസ്റ്റം വേണം എന്നൊരു ആവശ്യം ഭരണരംഗത്തുണ്ടായി വരുന്നു. അതുവരെ അങ്ങനത്തെ രീതി ഉണ്ടായിരുന്നില്ല. ഒന്നാകെ വർഷം കണക്കൂട്ടി പോണ ശൈലി അതുവരെ ഇല്ല. അന്ന് പ്രത്യേക ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ നിന്ന് കണക്കൂട്ടിപ്പോയി അത് കഴിഞ്ഞ് 5 കൊല്ലമായി, അത് കഴിഞ്ഞ് 10 കൊല്ലമായി എന്നൊക്കെ പറയുന്ന അന്നത്തെ പതിവ്. മറ്റു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുതിയതായിട്ട് ഒരു കണക്ക് പറയും. അതായിരുന്നു അന്നത്തെ കാലത്തെ രീതി. നമ്മുടെ നാട്ടിലും പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അവളെ പ്രസവിച്ചത് എനിക്ക് ഇത്ര വയസ്സാണ്, അവളെ കെട്ടിച്ചത് എനിക്ക് ഇത്ര വയസ്സാണ്, ഉമ്മ മരിക്കുമ്പോൾ എനിക്ക് ഇത്ര വയസ്സാണ്, ഇതൊക്കെ എന്ന് പറയും. അല്ലാതെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ശൈലി അടുത്ത കാലത്ത് നമ്മളും തന്നെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ജാഹിലിയ്യ കാലത്തൊന്നും അങ്ങനത്തെ ഒരു ഡേറ്റ് നോക്കുന്ന സംവിധാനങ്ങളില്ല. പിന്നീട് ഉമർ ഖത്താബിന്റെ കാലം വന്നപ്പോഴാണ് ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. അവിടേക്കെല്ലാം കത്തുകൾ അയക്കലും മറുപടി വരലുമൊക്കെ സാധാരണയായി. ഈ കത്തുകളൊക്കെ പലപ്പോഴും ആദ്യം വന്ന കത്തേത്, പിന്നെ വന്ന കത്തേത് എന്നൊക്കെ വേർതിരിക്കാൻ പലപ്പോഴും പ്രയാസമായി മാറിയപ്പോഴാണ് ഇത് തിരിച്ചറിയാൻ ഒരു സംവിധാനം വേണമല്ലോ, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വന്നത്. കത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വെക്കാം, എന്ന് നമുക്ക് ആ കത്ത് ഏത് കാലത്ത് എടുത്തു നോക്കിയാലും അറിയാമല്ലോ ഏതാണ് ആദ്യം പിന്നെ ഏതാന്നൊക്കെ. അങ്ങനെയാണ് ഒരു ഡേറ്റ് രേഖപ്പെടുത്തി കത്തയക്കാമെന്നൊരു ആശയം
രൂപപ്പെട്ടു വരികയും ഇങ്ങനെ എവിടെ മുതൽ ഡേറ്റ് കണക്കാക്കണം പല ചർച്ചകൾ വന്നു. ആ ചർച്ചകൾക്കിടയിൽ അവസാനം തീരുമാനമായതാണ് നബിതങ്ങളുടെ ഹിജ്റ മുതൽ നമുക്ക് കണക്കാക്കാം. ഇസ്ലാം ഏറ്റവും വലിയ വിജയമുണ്ടായ ഒരു ഘട്ടമാണ് ഹിജ്റ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ 2 വശങ്ങളായി വേർതിരിക്കാവുന്ന ഹിജ്റയ്ക്ക് മുമ്പും ഹിജ്റയ്ക്ക് ശേഷവുമുള്ള 2 സന്ദർഭങ്ങൾ. അതുകൊണ്ട് ഹിജ്റയെ നമുക്കൊരു ഫുർഖാനായി ഒരു വേർതിരിക്കുന്ന രംഗമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ആ ഹിജ്റ മുതൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണ് ഹിജ്റ വർഷം കണക്കൂട്ടുക എന്ന രീതി 2ാം ഖലീഫ ഉമർ ഖത്താബിന്റെ കാലം മുതൽ തുടങ്ങിയത്. മുഹറം മാസമാണ് 1ാമത്തെ മാസമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു പുതുവർഷം ഹിജ്റ വർഷത്തിൽ ഒരു പുതുവർഷത്തിലാണ് ഈ മുഹറമോട് കൂടി നമ്മൾ പ്രവേശിച്ചത് എന്നർത്ഥം. ആ നിലയ്ക്കുള്ള ചില പാഠങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പറഞ്ഞ പോലെ ഓരോ മാസം കഴിയുമ്പോഴും ഓരോ സമയം കഴിയുമ്പോഴും പരലോകത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. ദുനിയാവിലെ ചെറികളികളും അതിന്റെ വിനോദങ്ങളും ബഹളങ്ങളും അതിൽ മാത്രമായി നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ദുനിയാവിൽ പലതും ഉണ്ടാവും. അവിടെ പല ബഹളങ്ങളും കളികളും എല്ലാം ദുനിയാവ് അങ്ങനെ തന്നെയാണ്. അല്ലാത്ത ദുനിയാവിൽ സംവിധാനിച്ചത് അങ്ങനെയാണ്. സുഖവും ദുഃഖവും സന്തോഷവും പ്രയാസവും സന്താപവും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രൂപത്തിലാണ് അല്ലാഹു തആല ദുനിയാവിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗം അങ്ങനെയല്ല, നരകം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്ന നരകത്തെ ഭയപ്പെടുന്ന ആളുകളാണ് എന്ന നിലക്ക് ആ സ്വർഗപ്രവേശനത്തിൽ കോട്ടം തട്ടുന്ന ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. വ്യത്യസ്തമായ ആർഭാടങ്ങൾ, വ്യത്യസ്തമായ കളിവിനോദങ്ങൾ, വേൾഡ് കപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒക്കെ ലോകത്ത് നടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതൊക്കെ വേണ്ടെന്ന് ഒഴിവാക്കണം എന്നല്ല സൂചിപ്പിക്കും. പക്ഷേ നമ്മുടെയൊക്കെ സമയവും നമ്മുടെ പണവും ഒക്കെ ചെലവഴിക്കുന്നിടത്ത് ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ധാരാളം മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ച് രാത്രി പോലും ഉറക്കമൊഴിവാക്കി പാതിരാ സമയത്ത് പോലും ഇരുന്ന് അതൊക്കെ കണ്ട് ആവേശം കൊണ്ട് അവസാനം സുബഹിസ്കാരം പോലും ഇല്ലാതെ കിടന്നുറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ എന്തു പറഞ്ഞാലും ലാഭമല്ല, നഷ്ടം മാത്രമാണ്. അതിനുവേണ്ടി വലിയ വലിയ പണം ചെലവഴിച്ച് പരസ്പരം പന്തയം വെച്ച് വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ച് അതിലൂടെയൊക്കെ എന്താ നമുക്ക് നേടാനുള്ള ഒന്നുമില്ല. ഇതിലെ കളി വേണ്ട എന്നല്ല, ഒരുപക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിനോ ഒരു ആശ്വാസത്തിനോ പക്ഷെ വേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ ചില മര്യാദകൾ, തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ജീവിതം തന്നെ കളിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് ദുനിയാവിൽ അള്ള വെച്ചത് അങ്ങനെയാണ്. അള്ളപ്പെട്ടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാഫുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഐഹിക ജീവിതം എന്നത് ലഅബുൻ വലഹ്വുൻ, കളിയും വിനോദവുമാണ്. തഫാഖുറാണ്, പരസ്പരം പെരുമ കാണിക്കലാണ്. തകാസുർ, പരസ്പരം ആധിക്യം നടിക്കുകയാണ്. എനിക്കാണ് കൂടി, ഞാൻ അത്രയുള്ളവനാണ്, ഞാൻ എത്രയുള്ളവനാണ്, എന്റെ മക്കൾ എങ്ങനെയാണ്, എന്റെ സമ്പത്ത് എത്രയാണ് എന്ന് പറഞ്ഞ തകാസുർ, അതിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് വലിപ്പത്തരം കാണിക്കുക. അതാ ദുനിയാവ്. കളിയും വിനോദവുമായി പോവുക, തഫാഖുർ, ഫഖർ കാണിക്കുക. എന്നുള്ള ഉദാഹരണം പറഞ്ഞത് ഒരു മഴ പോലെയാണ്. മഴ പെയ്ത് വരണ്ട ഭൂമിയിൽ ഒന്നാകെ മുളച്ചു പൊന്തി വരും ചെടികളും സസ്യങ്ങളും ഒക്കെ. പക്ഷെ അതങ്ങനെ ഒന്നങ്ങനെ വളർന്ന് പച്ചപ്പിടിച്ച് നിൽക്കുമ്പോൾ വല്ലാത്ത രസമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ വാടിക്കരിഞ്ഞ് ഉണങ്ങി ഇല്ലാതായി പോകാനുള്ളതാണ്. ഇതുപോലെ മാത്രമാണ് ഐഹികമായ ജീവിതം എന്ന്. കുറച്ച് പൈസയും കുറച്ച് ആരോഗ്യവും കുറച്ച് സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം തോന്നും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ ഉണ്ടാകുമില്ലേ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും നട്ടക്കാരായി മാറാതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് സ്വർഗം കിട്ടിയേ പറ്റും. നരകം സഹിക്കാൻ കഴിയില്ല. ദുനിയാവിലെ നിസ്സാരമായ തീ പോലും സഹിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ് നമ്മളൊക്കെ. എങ്കിൽ ഇതിന്റെ 69-70 ഇരട്ടി എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ആ ചൂടുള്ള നരകാഗ്നി അത് സഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. സ്വർഗം കിട്ടിയേ പറ്റൂ. ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നിർവഹിക്കുകയും വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ അതിനനുസൃതമായി ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. ദീന് പഠിക്കുക, കിതാബും സുന്നത്തും അടിസ്ഥാനമാക്കി ദീന് പഠിച്ച് തൗഹീദ് പഠിച്ച് ആ വഴിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم
على محمد وآله وصحبه أجمعين.